Good morning. Welcome back to George the Indian Farmer. മൾബറി പഴുത്ത് പാകമായി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ചെടി എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഉയരത്തിലേക്കൊക്കെ പോയില്ലേ. റോഡ് സൈഡാണ്. അതിന് പുതിയതും ഉണ്ടാവുന്നുണ്ട്. ഇത് ഞാൻ കൊണ്ടുവച്ചിട്ട് കൊണ്ടുവച്ച് കഴിയുമ്പോഴേക്കും മൾബറിയുടെ ഗുണം, മൾബറി കൊണ്ടുവച്ച് ഇത്തിരി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിന്മേൽ ഈ മൾബറി പഴങ്ങൾ ഉണ്ടായി വരും. അതെനിക്ക് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊമ്പാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇപ്പോൾ ഈ കൊമ്പിൻ്റെ കടഭാഗം ഇത്ര വണ്ണമായി. പക്ഷേ ഇത്ര സമയം എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ പറയണ ഒരു 1.5 കൊല്ലം മാക്സിമം ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ മുന്തിരിയുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്, പൂട്ട് ഉണ്ടായി കൊടുക്കുന്നത്. ഇതിന് പൂടലില്ല കേട്ടോ, സോറി. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ അത്തിപ്പഴമുണ്ട്. അത്തിപ്പഴത്തിൻ്റെ കേസ് പറഞ്ഞോണം, പൂവില്ല, നേരെ ഫ്രൂട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒരു നല്ല ഇതാണ് കാര്യം. ഇത് ചെറിയ പഴങ്ങളാണ്, നല്ല മധുരമാണ്. ഈ പഴങ്ങൾ ഇതുപോലെ ഒരു റെഡിഷ് ടോണിലേക്ക് പോയിട്ട് പിന്നെ ബ്ലാക്ക് ആവുകയാണ്. ആ ബ്ലാക്ക് ആവുമ്പോൾ പൊട്ടിച്ച് നേരിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈനുണ്ടാക്കാം, ജ്യൂസ് അടിക്കാം. ചിലമൊക്കെ അത്യാവശ്യം ഉണ്ടാവും ഇത്. അപ്പോൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇപ്പോൾ ഈ ബെറി വകുപ്പിൽ പെട്ടിട്ടുള്ള ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, മൾബറി, അതൊക്കെ നല്ല ഔഷധ ഗുണം, അതുപോലെ തന്നെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ ബ്ലൂബെറിയൊക്കെയാണ് ആൻറ്റി ഓക്സിഡൻസ് ഇതിലുണ്ട്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്, ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. അതുപോലെ പലതരം മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫ്രൂട്ട്സാണ് ഈ ബെറി വർഗ്ഗത്തിൽപ്പെട്ട ഇത്തരം മൾബറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറിയൊക്കെ. ബ്ലാക്ക്ബെറിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് എൻ്റെ വീട്ടിൽ. ബ്ലൂബെറി ഓഫ് കോഴ്സ് നമ്മുടെ അവിടെയൊന്നും പ്ലാന്റ് കിട്ടാനും ഇല്ല, നമ്മുടെ അവിടെ ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ്. ഇതാണ് ഫിഗ്. ഇതിനിപ്പോൾ പൊതിഞ്ഞ് നിർത്തിയിരിക്കുക. ഇത് ഞാൻ മുമ്പ് ഇതുപോലെ ഓപ്പണായിട്ട് നിർത്തിയത് പലതും ഈ എന്തോ ഫ്രൂട്ട് ഫ്ലൈയോ അങ്ങനത്തെ എന്തോ ഇതുകൾ വന്ന് കുത്തി അത് കേടായിപ്പോയി പഴങ്ങൾ. ഞാനിപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതിനെ കവർ ചെയ്ത് നിർത്തിയപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പം വയ്ക്കുകയും ചെയ്തു. മറ്റേത് ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു ഇത് സ്റ്റേറ്റ് കണ്ടിട്ട് ഇപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ കയറുന്നുണ്ട്. അപ്പോൾ അത് പഴുക്കാറായി ഉണ്ടാവണം. ഇപ്പോൾ പുതിയ ഗ്രോത്തുകൾ അടിയിൽ നിന്ന് വരുന്നുണ്ട് ചെടിക്ക്. കൂട്ടത്തിക്കൂടെ ഇവിടെ ഒരു ഇതിൽ ഓറഞ്ചിൻ്റെ, അതുപോലെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടിട്ട് കൊടുക്കും. അങ്ങനെ പഴത്തിൻ്റെ തൊലി, മുട്ട, വെളുത്തുള്ളി, സബോള, ഇവ സാധനങ്ങളൊക്കെ. ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് എങ്ങനെയോ കടന്നുകൂടിയുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട്, ഓറഞ്ചിൻ്റെ തൈ മുളച്ചുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇത് മുളച്ച് വരുന്നത് എൻ്റെ വീട്ടിൽ മലബാർ ചെസ്റ്റ്നട്ട് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ തൈയാണ്. അപ്പം അതിൻ്റെ സീഡുകൾ താഴെ വീണ് കിടക്കുകയും അങ്ങനെയൊക്കെയുള്ളത്. അത് അതിൻ്റെ ആ പുറത്തെ ഒരു കേസിങ് പോലെയുള്ളത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ സീഡുകൾ താഴെ അവിടെ ഇവിടെയൊക്കെ വീഴും. അപ്പോൾ അതുപോലെ വീണതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊരു തൈ മുളച്ചിട്ടുണ്ട്, വേറെയും തൈകൾ മുളച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഈ ഇലമ കിടക്കുന്നത് മാതളത്തിൻ്റെ പൂവാണ്. ഇപ്പോൾ മുകളിൽ മാതള നിൽക്കും. നമ്മുടെ പഴത്തോട്ടത്തിൽ ഈ മാതളം നന്നായിട്ട് പൂട്ടുണ്ട്. ഇവിടെയൊക്കെ പൂട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കുറവാണ്, ഞാൻ വെളിച്ചുള്ളിടത്തേക്ക് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് പൂട്ടുണ്ട് മുകളിലൊക്കെ. അപ്പോൾ ഇതിൽ കായ പിടിച്ച് വരുന്നുള്ളൂ. ഇതുപോലെ അത് ഈ കാണുന്ന പോലെ ഉള്ള ഫോർമേഷനാണ്. അതിൻ്റെ ആ കടഭാഗം ശ്രദ്ധിച്ചറിയാം, അവിടെ അങ്ങനെ ഉരുണ്ട് നിന്ന് അതാണ് മാതളായിട്ട് വരുന്നത്. പലതും കൊഴിഞ്ഞു പോവും,
ഇതിൽ പോളിനേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് കാണാം ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വന്ന് പോളിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ സൂര്യപ്രകാശമുള്ള ഭാഗത്ത് ഇത് കിഴക്ക് ഭാഗമാണ്. ഇവിടെ പൂക്കളുണ്ടായിട്ടുണ്ട്. എനിക്ക് മാതളം ഉണ്ടായി കിട്ടാറുണ്ട്. മാതളം മോശമല്ലാത്ത വിളവ് തരാറുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഇതാണ് ഫിഗ്. അപ്പം അത് സമീപ ദിവസങ്ങളിലോ അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റും. ഇനി പുതിയ കുറച്ച് വളപ്രയോഗം നടത്തിയാൽ ഇപ്പോൾ ഈ പുതിയ വരുന്ന ലീഫും ഈ ബ്രാഞ്ചൊക്കെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാൽ അതുമ്മ ഓരോ ബ്രാഞ്ചിൻ്റെയും നോഡുകളിലാണ് ഈ അത്തിപ്പഴം ഉണ്ടാവുന്നത്. ഇത് പർപ്പിൾ ജോർഡൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, സാക്ഷാൽ അത്തിപ്പഴം. അപ്പം അങ്ങനെ ഇതിന് വെളിച്ചം കിട്ടാത്ത കാരണം റംബൂട്ടാൻ അത്ര ഉഷാറല്ല. ഇതൊരു ചെറിയ ഒരു മിനി ഫുഡ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഈ റംബൂട്ടാനുണ്ട്. മേലെ ഇവിടെ ഒരു മാവാണ്. ഈ മാവിൻ്റെ വിശേഷങ്ങളും ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. ഇതിനൊരു മാങ്ങ ഉണ്ടാവാതെ പൂടാതെ പൂക്കാതെയൊക്കെ ഇതിനൊരു റിങ്ങൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോഴും ഇതിന്മേ പൂടലൊന്നും ഉണ്ടായിട്ടില്ല. പല വീടുകളിലും മാവുമ്പോൾ ഇപ്പോഴും പൂടുണ്ട്. ഇതിൻ്റെ കടയ്ക്ക് കുറച്ച് തീയൊക്കെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഇട്ട് കൊടുക്കും. എന്തെങ്കിലും ഉണ്ടായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. പൂട്ടില്ല, ഈ പ്രാവശ്യം പൂട്ടില്ല, ഞാൻ വെട്ടിക്കളയും. ദാറ്റ്സ് ഇറ്റ്, നോ മോർ. 5-8-10 കൊല്ലമൊക്കെ ആയിരുന്നുണ്ട്. ഇടയിൽ 2-3 പ്രാവശ്യം മാങ്ങ ഉണ്ടായി. അതിനുശേഷം പിന്നെ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ മാങ്ങ ഉണ്ടാവണില്ല. ഇത് ഊട്ടി, കൂനൂറിനടുത്ത് ഊട്ടി സിംസ് പാർക്ക് കൂനൂർ, അവിടെ നിന്ന് കിട്ടിയ ഒരു സീതപ്പഴം. അവിടെ ഒരു പ്രത്യേക വെറൈറ്റി സീതപ്പഴം ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സീതപ്പഴത്തിൻ്റെ അത്ര കുരുക്കളൊന്നുമില്ല. നല്ല സ്വീറ്റായിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കാം. അതിൻ്റെ ഫ്ലഷും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെടിയാണ്. അത്ര വലുതൊന്നുമല്ല, ചെറുതാണ്. പിന്നെ ഇവിടെ ഒരു ഞാവൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ നമ്മുടെ മാതളം, പിന്നെ മൾബറി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു ചെറിയൊരു ഏരിയയിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഓരോന്നൊക്കെ സാധനങ്ങൾ ഉണ്ടാവണമെന്ന് നമുക്ക് തിന്നാൻ കിട്ടും. അതിലുള്ള സന്തോഷം കുറച്ച് കിളികൾക്കും കിട്ടും. That's the happiness for the day. Thank you.